യൂത്ത് കോൺഗ്രസ് നേതാവും പാലക്കാട് എംഎൽഎയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭമലസിപ്പിക്കാൻ യുവതിയെ നിർബന്ധിക്കുന്ന സംഭാഷണം അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. യുവതിയും രാഹുലും തമ്മിലുള്ള സംഭാഷണവും ചാറ്റുകളും ന്യൂസ് മലയാളം പുറത്തുവിട്ടു. ഗർഭഛിദ്രം നടത്തണമെന്നും വളർത്താൻ തയ്യാറാവരുതെന്നും ശബ്ദ സന്ദേശത്തിൽ രാഹുൽ യുവതിയോട് ആവശ്യപ്പെടുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ AICCക്ക് പരാതി നൽകിയവരിൽ മുൻ കോൺഗ്രസ് MP-യുടെ മകളടക്കം ഉണ്ടെന്നതാണ് ഞെട്ടിക്കുന്നത്. സൗഹൃദത്തിലുണ്ടായിരുന്ന യുവതിയെ ഗർഭിണിയാക്കി ശേഷം ഗർഭചിത്രം ചെയ്യാൻ രാഹുൽ നിർബന്ധിക്കുന്ന സംഭാഷണങ്ങളാണ് പുറത്തു വന്നത്. ഞാനത് ഏൽക്കുകയും ചെയ്യും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നിടത്താണ് സംഭാഷണം ആരംഭിക്കുന്നത്. താൻ അത് ഏൽക്കണമെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് യുവതി മറുപടി നൽകുകയും ചെയ്യുന്നു. പിന്നെ എങ്ങനെയാണ് അത് വളരുന്നതെന്ന ചോദ്യമാണ് രാഹുൽ ഉന്നയിക്കുന്നത്. അത് താൻ അറിയേണ്ടതില്ലെന്ന് യുവതി പറയുന്നു. പിന്നെ എങ്ങനെയാണ് ഈ കൊച്ചു വളരുന്നതെന്ന് ആവർത്തിക്കുമ്പോൾ അത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞില്ലേ എന്ന് യുവതി. ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാത്തവൻ എന്ന് വിളിക്കില്ലേ എന്ന ചോദ്യത്തിന് തന്തയില്ലാതെ ഒരു കൊച്ചു ഭൂമിയിലോട്ട് പൊട്ടി വീഴുമോ എന്ന മറു ചോദ്യമാണ് യുവതി ഉന്നയിക്കുന്നത്. അപ്പോൾ ആരെ ചൂണ്ടിക്കാണിക്കും നീ എന്ന് രാഹുൽ ചോദിക്കുമ്പോൾ തന്നെ ചൂണ്ടിക്കാണിക്കാനല്ലാതെ ആരെ ചൂണ്ടിക്കാണിക്കാനാണെന്ന് യുവതി തിരികെ ചോദിക്കുന്നു. അന്നേരം അതെനിക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്നാണ് രാഹുൽ നൽകുന്ന മറുപടി. പിന്നെ ആ കൊച്ചാരെ ചൂണ്ടിക്കാണിക്കുന്നേ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം, മറ്റുള്ള ആരോടും എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും? അത് എന്നെ ചൂണ്ടിക്കാണിക്കും, പിന്നെ അല്ലാണ്ട് വേറെ ആരും ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിരിക്കുന്നത്. അത്തരം ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അയ്യോ, അതിനെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അല്ലാതെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ. ഇതിന് പിന്നാലെയാണ് യുവതിയുമായുള്ള വാട്സ്ആപ്പ് ടെലിഗ്രാം ചാറ്റുകൾ പുറത്തുവരുന്നത്. ഇന്നലെ ഞാൻ മെഡിസിൻ കഴിച്ചെങ്കിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നുവെന്നറിയാമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് യുവതി രാഹുലേട്ടൻ എന്ന് സേവ് ചെയ്ത നമ്പറിലേക്കുള്ള വാട്സ്ആപ്പ് ചാറ്റിൽ രാഹുലിനോട് ചോദിക്കുന്നത്. ഇതോടെ ടെലിഗ്രാം ചാറ്റിന് രാഹുൽ യുവതിയെ ക്ഷണിക്കുന്നു. ഞാനൊരു വെടിയാണെന്നും എന്റെ തലയിലിട്ട് ഒഴിഞ്ഞു മാറുകയാണോ എന്നും യുവതി ടെലിഗ്രാം ചാറ്റിലും ചോദിക്കുന്നുണ്ട്. അവിടെയും യുവതിയുടെ ചോദ്യങ്ങളോട് നിർവികാരമായാണ് രാഹുൽ പ്രതികരിക്കുന്നത്. എന്നെപ്പോലെ തന്നെ തനിക്കും ഇതിന് ഉത്തരവാദിത്തമുണ്ടെന്ന് പറയുമ്പോൾ എനിക്കിതല്ല പണിയെന്നാണ് രാഹുലിന്റെ മറുപടി. ഈ നാണക്കേട് ചുമക്കാൻ എനിക്കും താല്പര്യമില്ലെന്ന് യുവതി പറയുന്നുണ്ട്. കുട്ടിയുമായി തനിക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ എന്നാൽ നീ അത് മാനേജ് ചെയ്യൂ ബായ് എന്ന് പറഞ്ഞാണ് രാഹുൽ ചാറ്റ് അവസാനിപ്പിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരകളിൽ മുൻ കോൺഗ്രസ് MP-യുടെ മകളുമുണ്ടെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളും പിന്നാലെ പുറത്തുവന്നു. വിവാഹ വാഗ്ദാനം നൽകിയ ശേഷം ജാതീയത പറഞ്ഞ് പിന്മാറിയെന്നാണ് യുവതി AICCക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. പിന്നാക്ക വിഭാഗമായതിനാൽ കുടുംബം അംഗീകരിക്കില്ലെന്ന് പറഞ്ഞാണ് വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞത്. ഇതടക്കം ആകെ 9 പരാതികളാണ് രാഹുലിനെതിരെ AICCക്ക് ലഭിച്ചത്. പ്രായത്തിൽ മുതിർന്ന ഒരു സ്ത്രീക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്ലീല സ്വരത്തിൽ തുടർച്ചയായി അയച്ച സാമൂഹ്യ മാധ്യമ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും പുറത്തുവന്നു. ഫോൺ നമ്പർ ചോദിച്ച് സ്ത്രീയെ രാഹുൽ ശല്യപ്പെടുത്തുന്നത് ചാറ്റിൽ കാണാം. മോശം ഉദ്ദേശത്തോടെ തന്റെ ചാറ്റ് ബോക്സിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയെന്ന് പ്രവാസി എഴുത്തുകാരിയായ ഹണി ഭാസ്കരനും സാമൂഹിക മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തി. ശ്രീലങ്കൻ യാത്രക്കിടെ എടുത്ത ചിത്രത്തിന് പ്രതികരണവുമായി രാഹുൽ ഇൻബോക്സിലെത്തി. പിന്നെ വിടാതെ പുറകെ കൂടിയെന്നും മറുപടി നൽകാതെ താൻ ഒഴിവാക്കിയെന്നും ഹണി ഭാസ്കരൻ പറഞ്ഞു. യുവനടിയും മാധ്യമപ്രവർത്തകയുമായ റിനി ആൻ ജോർജ് ഇന്നലെ നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് പീഡന വിവരങ്ങൾ പ്രവാഹം പോലെ വെളിപ്പെട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യൂത്ത് ലീഗ് വനിതാ നേതാക്കളായ നജ്മ തബ്ഷീറയും ഫാത്തിമ തഹ്ലിയയും രംഗത്തെത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തുവന്ന ആരോപണങ്ങൾ വിശ്വസനീയമെന്ന് യൂത്ത് ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി നജ്മ തബ്ഷീറ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികളെല്ലാം വിശ്വസനീയമാണെന്നും പരാതിയുമായി മുന്നോട്ട് വന്നവർക്ക് എല്ലാവിധ പിന്തുണയും നൽകുകയും ചെയ്യുന്നതായി യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഫാത്തിമ തഹ്ലിയ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.